Guys, welcome to our YouTube channel Sony Monu Vlog. So guys, നമ്മൾ ഇപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചാൽ കൊല്ലത്താണ്. കൊല്ലത്ത് എവിടെയാണെന്നാ? ശ്രീദേവി. അതെ, മണി കെട്ടുന്ന ക്ഷേത്രമാണ്. ഇവിടെ വന്നിട്ട് ഒരുപാട് ഭക്തജനങ്ങൾ ഇവിടെ വരുന്നുണ്ട്. മണി കെട്ടി അവരുടെ ആഗ്രഹങ്ങൾ എന്താ അല്ലേ, അമ്മയ്ക്ക് തന്നെ ഒരുപാട് ആഗ്രഹങ്ങൾ നടന്നിട്ടുണ്ട് എന്നാണ് അമ്മ പറയുന്നത്. ഓ, നമ്മുടെ കൂടെ അച്ഛമ്മയുണ്ട്, കുഞ്ഞമ്മയുണ്ട്. അപ്പൊ നമ്മൾ ഇവിടുന്ന് എങ്ങനെയാണ് പോകുന്നതെന്ന് വെച്ചാൽ കാണിച്ചു തരാം. നമ്മൾ ഇവിടുന്ന് ബോട്ടിലാണ് പോകുന്നത് ഗൈസ്, ബോട്ടിൽ. ഇപ്പോൾ ആ ബോട്ട് ഇപ്പൊ ഇങ്ങോട്ട് വരും എന്നാണ് പറയുന്നത്. കാണാൻ തോന്നുന്നു, പുഴ കണ്ടോ. അപ്പൊ ഗൈസ് ബോട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ബോട്ടിൽ കയറി പോവാം. ആദ്യമായിട്ടാണ് ഞാൻ ഒരു ബോട്ടിൽ കയറുന്നത്. ഇപ്പൊ നമ്മള് ബോട്ടിൽ കയറിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ പോണ ഗൈസ് കണ്ടു. എന്ത് പുഴ കണ്ടോ. ഗൈസ് ഈ പുഴയുടെ പേരറിയാന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാട്ടോ. ക്ഷേത്രം അവിടെ ആയിട്ടാ വരുന്നു. അപ്പൊ അമ്മ ഇവിടെ ഇരിക്കുന്നു. നമ്മള് ബസ്സിലാണ് വരുന്നത് അല്ലേ അമ്മ? നമ്മൾ ബസ് ബുക്ക് ചെയ്തല്ലേ വരുന്നത്? നമ്മൾ ബസ് ബുക്ക് ചെയ്തല്ലേ വരുന്നത്? അത് തന്നെ ടമ്പോ. നമ്മൾ അക്കരെ വെച്ചിൽ നിന്ന് ഇങ്ങോട്ടെത്തി. നമ്മൾ അക്കരയിൽ നിന്നും ഇക്കരെ എത്തി അല്ലേ അമ്മ? അമ്മ തണുത്ത് വിറച്ച് മറ്റേ പ്രാവുകളൊക്കെ ഇങ്ങനെ കുറുകിയിരിക്കും പോലെ ഇരിക്കുവാണ്. അമ്മയ്ക്കൊരു വിഷമമുണ്ട്. എന്താ അമ്മ വിഷമം? ഫെയർ ലവ്ലി ഇടാൻ പറ്റിയില്ല അമ്മയ്ക്ക് രാവിലെ. അമ്മയ്ക്ക് നന്നായിട്ടൊരു ഫെയർ ലവ്ലി ഇടാൻ പറ്റത്തൊരു വിഷമം. ഇവിടെ നമ്മളെ പൂക്കളൊക്കെ ഉണ്ട്. അവിടെ പൊങ്കാലിടുന്നവർക്ക് പൊങ്കാലിടാനുള്ള മൺകൊള്ളങ്ങൾ കേട്ടോ. മൺചട്ടി. ഞാൻ പറഞ്ഞ ചട്ടിയായിരുന്നു. ഫസ്റ്റ് ടൈമാണ് കണ്ടോ. ഇവിടെ പൊങ്കാല സാധനങ്ങൾ ലഭിക്കുന്നതാണ്. അമ്മ എന്നെ എവിടെ കൊണ്ടുപോകുന്നു എന്ന് പറയുന്നുണ്ട്. അതിനുവേണ്ടി നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. കുറച്ച് ഒരു എണ്ണ, ഒരു തിരി, പിന്നെ ഒരു നൂൽത്തിരി, വെറ്റയും പാക്കാം. എവിടെയാണെന്ന് അറിയില്ല. അമ്മയെടുത്ത് ചോദിച്ചെന്ന് അറിയാം. അമ്മ നമ്മൾ എവിടെയാണ് പോകുന്നത്? ഈ സാധനങ്ങൾ കൊണ്ട് എവിടെയാണ് പോകുന്നതെന്ന് പറയൂ. ഏത് ക്ഷേത്രം? പറ. പ്രേക്ഷകർ കാണാൻ വേണ്ടി ഇരിക്കുവാണ്. അമ്മ സർപ്രൈസ് ആയിട്ടാണ് വെച്ചേക്കുന്നത്. ആദ്യം നമ്മൾ ആ ക്ഷേത്രത്തിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഈ ക്ഷേത്രത്തിലേക്ക് നമ്മൾ പോകണം. ഇവിടെ ഒരു പ്രതിഷ്ഠ വിളക്കാണ്. ഇതിൻ്റെ പേര് ഗുരുക്ഷേത്രം എന്നാണ്. ക്യാൻ യു സീ ഇറ്റ്? കണ്ടോ, അവിടെ അമ്മച്ചി കർപ്പൂരം കത്തിക്കുന്നുണ്ടോ? അതുപോലെ അവിടെ എല്ലായിടവും കത്തിക്കണം. അപ്പോൾ ശരി, നമ്മൾ പോട്ടെ. ക്ഷേത്രത്തിലെത്തിയിട്ടുണ്ട് ഗൈസ്. ഇതാണ് ഇപ്പോൾ ക്ഷേത്രം. നമ്മളിവിടെ ചെന്ന് ചെരുപ്പ് ഇടാൻ വേണ്ടി പോവാണ്. കിണറാണ്. അതിൻ്റെ അകത്ത് കുറച്ച് കോയിൻസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. എന്താണെന്ന് അറിയില്ല. അമ്മ ദേ പോകുന്നുണ്ട്, ഞാനും കൂടെ പോകുന്നുണ്ട്. ദീപാരാധന കഴിയുമെന്ന് പറഞ്ഞിട്ടാണ് അമ്മ പോകുന്നത്. ഇതിൻ്റെ അകത്ത് ചെല്ലുമ്പോൾ ഫോൺ യൂസ് ചെയ്യാൻ പറ്റത്തില്ല ഗൈസ്. നമ്മൾ ഇവിടെ വരെ ഉള്ളു എൻട്രി. അപ്പോൾ അതുവരെ കഴിഞ്ഞിട്ട് നമ്മൾ പോകാം.
ഗൈസ്. അപ്പോൾ നമ്മൾ അർച്ചനയൊക്കെ എടുത്തു. 2 മണി നേർച്ചയും എനിക്ക് ഒരു അർച്ചനയും എടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് 7 വട്ടം ചുറ്റിയിട്ടാണ് നമ്മളിതിൽ പ്രാർത്ഥിച്ചു കൊണ്ടുവന്ന് മണി കെട്ടുന്നത്. നിങ്ങൾക്കിവിടെ നോക്കിയാൽ തന്നെ കാണാം, ലക്ഷങ്ങളുമല്ല കോടിക്കണക്കിനാണ്, കോടിക്കണക്കിന് ആൾക്കാരാണ് വന്ന് മണി കെട്ടി അവരുടെ ആഗ്രഹം പറഞ്ഞിട്ടുണ്ടാകും. എത്രയോ പേര് ഭയഭക്തിപൂർവ്വം ഇവിടെ വന്ന് തൊഴണമെങ്കിൽ അത് അവർ പ്രാർത്ഥിച്ച് മണി കെട്ടുന്നതിന് ഫലം ഉണ്ടായിട്ടായിരിക്കണം വരേണ്ടത്. അങ്ങോട്ടൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് നന്നായിട്ട് കാണാം. ഇവിടെ വരുമ്പോൾ ഞാൻ പറയേണ്ടതില്ല കേട്ടോ, അപ്പോൾ നമ്മളറിയാതെ തന്നെ നമ്മൾ സുരക്ഷിതമാണെന്ന് നമുക്ക് തോന്നുന്നു. എന്തോ ഒരു പോസിറ്റീവ് വൈബാണ് ഇവിടെ മൊത്തം. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ കാണിച്ചിരുന്നു. ഇതാണ് ദേവിയുടെ ക്ഷേത്രം. ഞാനിവിടെ ഫസ്റ്റ് ടൈം ആണ് വരുന്നത്. ഇവിടെ വരുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഒരു പോസിറ്റീവ് വൈബ് തന്നെയുണ്ട്. ദേവിയുടെ കരകളിൽ നമ്മൾ സുരക്ഷിതമാണ്. അവിടെ സ്റ്റേജ് ഉണ്ട്, അവിടെ പാട്ടുണ്ട്, എല്ലാം കൂടെ ഒരു പോസിറ്റീവ് വൈബാണ്. ഗൈസ്, ഇവിടെ വന്ന് നമ്മൾ നല്ല പൊങ്കാല പായസം കൊണ്ട് കഴിക്കുമോ? അങ്ങനെ അമ്മയും ഞാനോട്ട് കഴിക്കുവാണ്. ഇവിടെ എല്ലാ ദിവസവും പൊങ്കാല നിറച്ചുണ്ട്. നല്ല പായസമാണ് കേട്ടോ. ഇവിടെ ദേവിയുടെ ഒരു ചെറിയൊരു ഫോട്ടോ വെച്ച് പൂജിക്കുക. ഗൈസ്, ഇന്ന് നമ്മൾ കടൽ കാണാൻ വേണ്ടി പോവാണ് അല്ലേ അമ്മ? ഗൈസ്, നമ്മൾ ദീപാരാധന തൊഴുത് എങ്ങനെ അമ്മ തൊഴുത് കൊടയൊക്കെ ദീപാരാധന. നമ്മൾ മൊത്തം മഴയായിരുന്നു ഗൈസ്, മൊത്തം മഴ. നമ്മളൊക്കെ നനഞ്ഞ് കുളിച്ചു കൊണ്ടിരുന്നാണ് ദീപാരാധന കണ്ടത്. ചിലപ്പോൾ ദേവിയുടെ ഇച്ഛ അതായിരിക്കും. അപ്പോൾ നമ്മൾ പോവാണ്. ഇവിടെ സ്റ്റേജ് ഉണ്ട്, അതിൻ്റെ പ്രോഗ്രാമാണിത്. അപ്പോൾ അവിടുത്തെ പ്രോഗ്രാംസ് ആണ്. നമുക്ക് കൂടുതൽ വ്യക്തമായിട്ട് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഇതാണ് റോസ്മേരി. അത് നമ്മൾ കടൽ കാണാൻ പോവാണ്. നമ്മൾ കടൽ കാണാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് കടകളുണ്ട്, ഒരുപാട് സൈഡിൽ കടകളുണ്ട്. ആ കടകളൊക്കെ കണ്ടിട്ടാണ്. ഇത് അച്ചാമ്മയുടെ ബാഗ് ഇപ്പോൾ ഞാനാണ് തൂക്കിയിരിക്കുന്നത്. കടലിളകി മറിയുന്നുണ്ട്. ഇതുവഴി അമ്മ. ഗൈസ്, എൻ്റെ ഫേവറേറ്റ് തേൻ മിഠായി അവിടെ ഇരിപ്പുണ്ട് ഗൈസ്. നമ്മൾ ഇവിടെ പുളി ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഇവിടെ മീനൊക്കെ ഉണ്ട്. അപ്പോൾ കടയാണ്, മീൻ കടയാണ്. നമ്മുടെ കടലെത്തി. കള്ളി എഴുതി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കടൽ ഇങ്ങോട്ട് വന്ന് ബാക്കി വന്നാണ്. നമ്മുടെ അപ്പൂപ്പൻ പറയുന്നത് എവിടെ കൊണ്ടുവന്ന് എഴുതി വെച്ചാൽ അത് ബാക്കി വന്നാണ്. ഒരു ലോട്ടറി ടിക്കറ്റ് കൂടെ എടുത്തു. ഇതുവരെയായിട്ടും വന്നില്ല. അയ്യേ, വന്നില്ല. നമ്മൾ കടലമ്മ കള്ളി എഴുതി വെച്ചു. അച്ഛമ്മ വിളിച്ചോണ്ടോ കള്ളി കടലമ്മ കള്ളി എഴുതി വെച്ചു. മാറ്റിയാൽ പറ്റില്ല കേട്ടോ. വേറെ ഫോളിഷ് കടലാണിത്. അച്ഛമ്മ വിളിച്ചോണ്ടോ വാങ്ങി വരേ ഇങ്ങോട്ട് വരേ. ദാ വരണേ. കള്ളി എഴുതി വെച്ചിട്ട് അച്ഛാവേ നമുക്ക് കാണിച്ചു.
എന്തൊക്കെയോ വിളിച്ചു പറയുന്നു. നല്ല തിരയില്ലേ അമ്മ? ഇന്ന് നല്ല തിരയുന്നു. നനഞ്ഞില്ല, ഞാൻ നനഞ്ഞില്ല. സോനു ഇങ്ങോട്ട് പോ. അതിന് നീ ഇങ്ങോട്ട് നിൽക്കേ. മതി മതി. അയ്യോ വാ സോനു, കളിച്ച് കളിച്ച് ഫ്രണ്ടിലോട്ട് പോയത്. ഇങ്ങോട്ട് നീങ്ങി വാ. അത് മാത്രം വായിച്ചില്ല കേട്ടോ, അത് മാത്രം വായിച്ചില്ല. കടലൊക്കെ കണ്ടു കഴിഞ്ഞു. കടലമ്മ കല്ലിൽ എഴുതിയത് കടൽ വാങ്ങിച്ചത് വീഡിയോ എടുക്കാൻ പറ്റില്ല. അമ്മ എനിക്കൊരു തേൻമുട്ടായി വാങ്ങിച്ചു. ഇത് തണുത്തിരിക്കുന്നു. ഒരു കവറോട് നമ്മളൊരു തേൻമുട്ടായി വാങ്ങിച്ചു. എന്റെ ഫേവറേറ്റ് ആണ് തേൻമുട്ടായി. ഇവിടെ താണല്ലേ നിങ്ങൾ കടല വാങ്ങണേ? അപ്പൊ നമ്മളെ പറ്റില്ലായിരിക്കും. വേണ്ടേ ഒരു തേൻമുട്ടായി എടുത്തോ? ഇതിനൊരു കവറേ. കപ്പലണ്ടി കടലയായിരുന്നു. സുഖക്കണ്ടേ? ഒരു തേൻമുട്ടായി എത്ര? ഗൂഗിൾ പേ ആണേ. തേൻമുട്ടായി വാങ്ങിച്ചു. ഗൈസ്, എത്ര പേർക്ക് തേൻമുട്ടായി ഇഷ്ടമുണ്ടെന്നൊന്ന് കമന്റ് ചെയ്യും കേട്ടോ. നമ്മൾ കുഞ്ഞമ്മേലോടെ പോവാണ്. ഗൈസ്, നമ്മളൊരു റോസ്മേരി വാങ്ങാനാണ് വന്നത്. നല്ലതെടുക്കും. എടുക്കാതെ രണ്ടെണ്ണോ? ഇതെടുക്കും. റോസ്മേരി മുടിക്കൊക്കെ നല്ലതാണ്. കുടിക്കണോ? അത് 50. ഓ സോസ് വേണം. ഒരല്പം ഒഴിച്ചാൽ മതിയേ ചേച്ചി. മതി 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 മതി. നമ്മളെ വിളിക്കാതെ അങ്ങ് പോകും. അതല്ലേ മഴ ഭയങ്കര. കഞ്ഞി എത്തിയിട്ടുണ്ട്. ഭയങ്കര മഴയും വെള്ളവും കടല് കഞ്ഞി കുടിക്കുന്ന കഞ്ഞിയാണ്. ഇവിടെ കുറേ ഉപ്പ് കൊണ്ടുവച്ചിട്ടുണ്ട്. നമ്മളെ പയർ കഞ്ഞിയാണ്. അമ്മയെടുത്ത് പറയട്ടെ, ഐസ്ക്രീം വാങ്ങിച്ചിരുന്നില്ല. അമ്മയെടുത്ത് പറഞ്ഞിട്ട് ഐസ്ക്രീം വാങ്ങിച്ചതില്ല. അതുകൊണ്ട് അച്ഛാമ്മ എനിക്ക് ഐസ്ക്രീം വാങ്ങിച്ചിരുന്നു. ഒരുപാട് ദൈവത്തിൻ്റെ ഫോട്ടോസൊക്കെ ഉണ്ട് കേട്ടോ. ഗുരുവായൂരപ്പൻ, കൃഷ്ണൻ. എൻ്റെ ഫേവറേറ്റ് ഗുരുവായൂരപ്പനും കൃഷ്ണനും വിഷ്ണു ഒക്കെയാണ്. ഇപ്പോൾ ശിവനും പാർവതിയും. എല്ലാ സ്റ്റേഷനറി ഐറ്റംസും. തിരിച്ചു പോവാണ്. ബോട്ട് ഇപ്പം എടുക്കും.
ഭഗവൻ സ്വരൂപത്തെ നിത്യം എങ്ങനെ അറിഞ്ഞ് ഉപാസിക്കൂന ദയാനിധി അതേ ഭഗവത്സരനാമോദയത് മമ പ്രത്യക്ഷമായിരുന്നു മറ്റപ്പോ ഗൈസ്, അപ്പോൾ നമ്മളെ വീട്ടിലെത്തിയിട്ടുണ്ട്. യാത്ര എല്ലാം സുഖമായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് ചെടി വാങ്ങിച്ചു. ഒരു റോസ്മേരി കാണിച്ചു തരാം. ഗൈസ്, ഇതാണ് നമ്മൾ റോസ്മേരി. അയാൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് തിളപ്പിച്ചിട്ട് കുളിക്കണമെന്നാണ്. ഞാൻ ഇത് കുളിക്കും, തലയിൽ സ്പ്രേ ചെയ്യുക ഒക്കെ ആയിട്ടുണ്ട്. നമ്മൾ റിയൽ റോസ്മേരിയാണ്. നമുക്കിത് ഇവിടെ നട്ടു വയ്ക്കണം. അപ്പോൾ ഗൈസ്, ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒരിക്കൽ നിങ്ങളും പോവാം. ശരി.